48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്ത തലശ്ശേരിയിലെ പാട്യത്തു നിന്നും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി. മനോഹരങ്ങളായ ചിത്രങ്ങൾ തന്റെ തൂലികയിലൂടെ മലയാള സിനിമയ്ക്ക് നൽകിയ അതുല്യ പ്രതിഭ. അഭിനേതാവ് എന്ന നിലയിലും പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനായ നടൻ. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ടി.പി. ബാലഗോപാലൻ എം.എ., ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടിയ ശ്രീനിവാസൻ 1977 P.A. ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്ത് വരുന്നത്. തുടർന്ന് ബക്കറുടെയും അരവിന്ദിന്റെയും KG ജോർജിന്റേതുമടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പഞ്ചവടിപ്പാലത്തിലും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത അദ്ദേഹം തിരക്കഥാ രചനയിലേക്കും കടന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസന്റെ ചിത്രങ്ങൾ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. സ്വന്തം ചിത്രങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ തിരക്കഥയിലും ശ്രീനിവാസൻ എന്ന നടൻ ശോഭിച്ചു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ M.A. ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, പാവം പാവം രാജകുമാറിലെ പാരലൽ കോളേജ് അധ്യാപകൻ, വടക്ക് നോക്കിയന്ത്രത്തിലെ തടത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങിയ നിരവധി വേഷങ്ങളിൽ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രത്തിന് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും, ചിന്താവിഷ്ടയ ശ്യാമളയ്ക്ക് 1998 സാമൂഹിക വിഷയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. 1984 ഓടരുതമാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി അരങ്ങേറിയ ശ്രീനിവാസൻ എഴുത്തുവഴിയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ടിരുന്നു. മലയാളത്തിൽ സ്ക്രീൻ റൈറ്റിംഗിൽ രാജശില്പിയായ KG ജോർജിനൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രീനിവാസന് ഗുണകരമായി. തുടർന്ന് പേര് പുറത്തറിയാതെ പല പടങ്ങളും അദ്ദേഹം എഴുതി. ശ്രീനിവാസന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ചോര തുടിക്കുന്ന ഏടുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനയും. സത്യനന്ദിക്കാടുമായി ചേർന്ന് ചെയ്ത സിനിമകളിലാണ് ഈ റിയലിസ്റ്റിക് സമീപനം അതിന്റെ മൂർത്തിഭാവത്തിലെത്തുന്നതെങ്കിലും പ്രിയദർശൻ സംവിധാനം ചെയ്ത വെള്ളാനകളുടെ നാട്, മിഥുനം, കമലുമായി ചേർന്നൊരുക്കിയ പാവം പാവം രാജകുമാരിലും ശ്രീനിവാസൻ സ്വയം സംവിധാനം ചെയ്ത പടങ്ങളിലുമെല്ലാം സവിശേഷമായ ഈ ശ്രീനി ടച്ച് തുടിച്ചു നിന്നു. നർമ്മവും കുടുംബ ബന്ധങ്ങളും ഉപരിതലാഖ്യാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മാനുഷിക പ്രതിസന്ധികളുടെ ആഴം നിർണ്ണയിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ ഒരുക്കിയ കഥാകൃത്താണ് ശ്രീനിവാസൻ. സ്വയം തോൽപ്പിച്ച ഒരു കലാകാരനായിരുന്നു. ഇടത്തരക്കാരന്റെ ജീവിതം ഏറ്റവും ശക്തവും സുന്ദരവും ഫലപ്രദവും കലാത്മകവുമായി വരച്ചുകാട്ടിയ ചലച്ചിത്രകാരൻ. ശ്രീനിവാസന്റെ സിനിമകളിൽ ജീവിതം ദുരന്തപൂർണമോ നിരാശകരമോ അല്ല. ഏത് പ്രതിബന്ധങ്ങൾക്കും എതിർ ശബ്ദങ്ങൾക്കുമിടയിലും പ്രതീക്ഷയുടെ വെളിച്ചം എവിടെയോ കാത്തിരിക്കുന്നു. അഥവാ അത് കരഗതമാക്കാൻ പ്രാപ്തമാണ് മനുഷ്യന്റെ ഇച്ഛാശക്തി എന്ന ബോധത്തോടെയാണ് ആ സിനിമകൾ അവസാനിക്കുന്നതും. രാഷ്ട്രീയം സിനിമയുടെ ആന്തരികതയിൽ വിലയം പ്രാപിക്കുകയും അതേസമയം വളരെ വ്യക്തവും സ്പഷ്ടവുമായി കാഴ്ചക്കാരനുമായി സംവേദനം ചെയ്യപ്പെടുന്നു എന്ന പ്രത്യേകതയും ശ്രീനിവാസൻ സിനിമകൾക്കുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിലെ വേറിട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ കാലമേറെ കഴിഞ്ഞാലും ശ്രീനിവാസന്റെ സിനിമകളും അഭിനയ ചാരുതയും എഴുത്തുകളും മലയാള സിനിമ അടയാളപ്പെടുത്തുന്ന കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.